ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഭിവന്ദരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദ യോഗം. 27 ശ്ലോകങ്ങൾ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു. 28ാമത്തെ ശ്ലോകം വായിക്കാം. കൃപയാ പരയാവിഷ്ടഃ വിഷീദന്നിദമബ്രവീത്. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം. അർജുനനിൽ വല്ലാത്തൊരു കൃപ വന്നു നിറഞ്ഞു. കൃപയാ പരയാ ആവിഷ്ടഃ, ശ്രേഷ്ഠമായ കാരുണ്യഭാവത്താൽ മനസ്സ് ആകുലപ്പെട്ടു. വിഷീദൻ, ദുഃഖിച്ചു, ദുഃഖിക്കുന്നവനായിട്ട് ഇതം അബ്രവീത്, ഇപ്രകാരം കൃഷ്ണനോട് പറയാണ്: ഹേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, യുയുത്സും സമുപസ്ഥിതം, യുദ്ധേച്ഛുക്കളായിട്ട് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നു ചേർന്നിരിക്കുന്ന സ്വജനം ദൃഷ്ടുവ, എൻ്റെ സ്വന്തം ജനങ്ങളെ കണ്ടിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? അടുത്ത ശ്ലോകത്തിൽ വായിക്കാം. 29. സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. മമ ഗാത്രാണി സീദന്തി, എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ തളർന്നു പോകുന്നു. മുഖം പരിശുഷ്യതി ച, എൻ്റെ വായ വരണ്ടു പോകുന്നു. മുഖം, വായ വരണ്ടു പോകുന്നു, ഉണങ്ങിപ്പോകുന്നു. മേ ശരീരേ വേപതുഹൂച, എൻ്റെ ശരീരത്തിൽ വിറയലുണ്ടായിരിക്കുന്നു. രോമഹർഷഃ ച ജായതേ, രോമാഞ്ചവും ഉണ്ടാകുന്നു. അടുത്ത ശ്ലോകം വായിക്കാം. 30ാമത്തെ ശ്ലോകം. ഗാണ്ഡീവം സ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ നജ ശക്നോമ്യവസ്ഥാതും ഭ്രമതി ച മേ മനഃ. ഹസ്താത് ഗാണ്ഡീവം സ്രംസതേ, എൻ്റെ ഹസ്തത്തിൽ നിന്ന് ഗാണ്ഡീവ ധനുസ് അതാ വഴുതി പോകുന്നു. ത്വക്ച ഏവ പരിദഹ്യതേ, എൻ്റെ ത്വക്ക് ദഹിക്കുന്നത് പോലെ, ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നുന്നു. അവസ്ഥാതും ച ന ശക്നോമി, എനിക്ക് നേരെ നിൽക്കുവാനും സാധിക്കുന്നില്ല. മേ മനഃ ഭ്രമതി ഇവ ച, എൻ്റെ മനസ്സ് ചുറ്റിക്കറങ്ങുന്നത് പോലെ തോന്നുന്നു. 31ാമത്തെ ശ്ലോകം. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ നച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. ഹേ കേശവ, അല്ലയോ ത്രിമൂർത്തികളെയും നിയന്ത്രിക്കുന്നയാളാണ് കേശവൻ. കശ്ച അശ്ച ഈശശ്ച ത്രിമൂർത്തയഃ കേശഃ, ത്രിമൂർത്തികൾ അടങ്ങുന്നതാണ് കേശഃ. തേ യദ്വശേ വർത്തന്തേ സഹ കേശവഃ. അങ്ങനെയുള്ള ഭഗവാനോടാണ് പറയുന്നത്: ഹേ കൃഷ്ണ, വിപരീതാനി നിമിത്താനി ച, വിപരീതങ്ങളായ നിമിത്തങ്ങൾ അഹം പശ്യാമി, ഞാൻ ദാ കാണുന്നു. ആഹവേ സ്വജനം ഹത്വ, ഈ യുദ്ധത്തില് സ്വജനങ്ങളെ ഹനിച്ചിട്ട് ശ്രേയഹ ച അഹം ന അനുപശ്യാമി, ശ്രേയസ്സും ഞാൻ കാണുന്നതേയില്ല. ദുര്യോധനന് സംശയവും പരിഭ്രമവും ഉണ്ടായി. പക്ഷെ ഇവിടെ അർജുനന് കാരുണ്യമുണ്ടായി, ധർമ്മ അധർമ്മ ചിന്തയുണ്ടായി, എൻ്റെ എന്നുള്ള ഭാവമുണ്ടായി. ആ കൃപ കൊണ്ടുണ്ടാകുന്ന വിഷാദം സത്യമാർഗം തെളിക്കുന്ന ജ്ഞാനത്തിന്റെ സന്തതി തന്നെയാണെന്നാണ് ആചാര്യന്മാര് പറയുക. അപ്പോ അർജുന വിഷാദം എന്ന് പറയുന്നത് സത്യത്തോട് മനസ്സിനെ അടുപ്പിക്കുന്ന ഒരു ഉപായമാണത്രേ. ധർമാധർമ്മ ചിന്ത കൊണ്ടുണ്ടായ വിഷാദമാണല്ലോ, അതുകൊണ്ടാണ് അതിന് യോഗം എന്ന് പേര് വന്നത്. അപ്പോ പക്ഷേ എങ്കിലും കൃപയും വിഷാദവും സ്വധർമാനുഷ്ഠാനത്തിന് തടസ്സമായാൽ അത് പുരോഗതി ഉണ്ടാക്കുന്നതല്ല എന്ന് ഓർക്കണം എന്ന് ആചാര്യൻ പറയും. അടുത്ത ശ്ലോകം വായിക്കാം.
അർജുനൻ പറയുകയാണ് 32ാമത്തെ ശ്ലോകം. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ഹേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, വിജയം രാജ്യം സുഖാനി ച അഹം ന കാംക്ഷേ. എനിക്ക് ഈ സ്വജനങ്ങളെ വധിച്ചത് കൊണ്ടുണ്ടാകുന്ന വിജയമോ അതേപോലെ രാജ്യമോ മറ്റു സുഖഭോഗങ്ങളോ ആഗ്രഹമില്ല. ഹേ ഗോവിന്ദ, അല്ലയോ കൃഷ്ണ, രാജ്യേന നഹ കിം, ഞങ്ങൾക്ക് ഈ രാജ്യം, ഇങ്ങനെ സ്വജനങ്ങളെ വധിച്ചു കിട്ടിയ രാജ്യം കൊണ്ട് എന്തു ഫലം? ഭോഗൈഹി ജീവിതേന വാക്യം, ഭോഗങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ട് തന്നെയോ എന്താണ് ഞങ്ങൾക്ക് പ്രയോജനമായിട്ട് ഉണ്ടായിരിക്കുന്നത്? ഇങ്ങനെയുള്ള വിപരീതങ്ങളായിരിക്കുന്ന നിമിത്തങ്ങൾ പോലും കാണുകെ എനിക്ക് വളരെ കാരുണ്യം കൊണ്ട് വിഷാദം വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇത് ആഗ്രഹമില്ല. അതാണ് ദേവവർഗവും അസുരവർഗവും മനുഷ്യരെ രണ്ടായി തിരിയുന്നു എന്നാണ് ആചാര്യൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ആസുരീ സമ്പത്തും ദേവീ സമ്പത്തും അതിൻ്റെ ഒരു സംഘടിത രൂപമാണ്, അത് രണ്ടും സമ്മേളിച്ചിരിക്കുന്ന രൂപമാണ് മനുഷ്യൻ. അപ്പോൾ ദേവീ സമ്പത്ത് ഒരാൾക്ക് പുഷ്ടി ഉണ്ടായി വന്നാൽ അത് ദേവവർഗം എന്ന് പറയും. ആസുരീ സമ്പത്ത് പുഷ്ടി വന്നവനെ ആസുരീ വർഗം എന്ന് പറയും. അപ്പോ സ്വാർത്ഥത മാത്രം കൈമുതലായുള്ളവരാണ് ആസുരി സമ്പത്തുകാർ. അതാണ് നാം ദുര്യോധനനെ അങ്ങനെ കണ്ടത്. പക്ഷേ നമ്മുടെ ആ ലോക നന്മയെ ആര് ലക്ഷ്യമാക്കി വളരും? അത് ദേവീ സമ്പത്തുകാർ. അപ്പൊ ഇത് രണ്ടും ഇവിടെ നാം ദുര്യോധനിലൂടെയും അർജുനനിലൂടെയും കാണുകയാണ്. പക്ഷേ ആത്മസാക്ഷാത്കാരം കൊതിക്കുന്ന ഒരു സാധകൻ ആദ്യം തൻ്റെ ഉള്ളിലേക്ക് നോക്കണം, അന്തർമുഖത നേടണം. എന്നിട്ട് തന്നിൽ എന്തൊക്കെ അശുഭ വാസനകളുണ്ട് അതിനെ ഒന്നൊന്നായി തള്ളി കളയണം എന്നാണ്. അതാണ് ഇവിടെ വേണ്ടത്. ഇവരെ രണ്ടുപേരെയും, അതായത് ദുര്യോധനനെയും അർജുനനെയും സൂക്ഷ്മമായി താരതമ്യം ചെയ്ത് ഇങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് പറയും. ദുര്യോധനൻ എന്താ പറഞ്ഞത്? ധർമ്മ നിയമങ്ങളെല്ലാം ലംഘിച്ചാൽ കൂടിയും തനിക്കും തൻ്റെ അനുയായികൾക്കും സുഖം വേണം, അധികാരം വേണം. പക്ഷേ സ്വന്തം ജനങ്ങളെ ആപത്തിൽപ്പെടുത്തിയിട്ട് എനിക്ക് രാജ്യം വേണ്ട, സുഖം വേണ്ട, ലാഭം വേണ്ട എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ദേവി ആസുരി സമ്പത്ത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അർജുനൻ വീണ്ടും പറയുകയാണ് 33ാമത്തെ ശ്ലോകം. യേഷാമർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗാ സുഖാനി ച ത ഇമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. അതായത് ഇവിടെ സന്ധി പിരിച്ചു വായിക്കുമ്പോൾ 4 പാദങ്ങളായിട്ട് വായിക്കുമ്പോൾ നോ എന്നുള്ളത് നഹയായിട്ട് മാറും. അത് അങ്ങനെയാണ് എല്ലാവരും ഗീത വായിക്കുക. നോ എന്ന് വായിക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് യേഷാം അർത്ഥേ കാംക്ഷിതം നഹ എന്ന് വായിച്ചത്. നഹ എന്ന വാക്കിന് ഞങ്ങൾക്ക് എന്നാണ് അർത്ഥം. നഹ ഞങ്ങൾക്ക്, യേഷാം അർത്ഥേ യാതൊരുവർക്കു വേണ്ടി, രാജ്യം ഭോഗാഹ സുഖാനി ച കാംക്ഷിതം രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും കാക്ഷിക്കപ്പെട്ടതായി ഇരിക്കുന്നുവോ, തേ ഇമേ ആ ഇവര്, പ്രാണാൻ ധനാനി ച ത്യക്ത്വാ പ്രാണനും ധനവും എല്ലാം ഉപേക്ഷിച്ചിട്ട്, യുദ്ധേ അവസ്ഥിതാഹ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോ പ്രാണനും ധനവും എല്ലാം ത്യജിച്ച് യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഇവർ ആരൊക്കെയാണ്? ഇതാ നോക്കൂ കൃഷ്ണ, എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നാണ് അർജുനൻ ഇവിടെ പറയുന്നത്. ആരൊക്കെയാണ് അങ്ങനെ അർജുനൻ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.
ഭക്തജനങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഭഗവത്ഗീത പഠിക്കുവാൻ ആഗ്രഹമുണ്ട് എന്നും വിശ്വസിക്കുന്നു. ഇത് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യണം. ദിവസവും ഭഗവത്ഗീത അവനവന്റെ ഗ്രഹത്തിലിരുന്ന് വായിച്ചു നോക്കണം. സ്വാധ്യായം പ്രധാനമാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അറിയുന്നത് പറഞ്ഞു തരാം, അറിയാത്തത് ആചാര്യന്മാരോട് ചോദിച്ചും പറഞ്ഞു തരാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.